പ്ലസ് ടു ബയോളജി ചാപ്റ്റേഴ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസത്തിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നോക്കുന്നത്. അതോടൊപ്പം ഇതിൽ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ ചാപ്റ്ററിൻ്റെ കണ്ടൻസ് നോക്കാം. ചാപ്റ്റർ തുടങ്ങുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഇൻട്രൊഡക്ഷനിൽ എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നുണ്ട്. ദെൻ സെക്ഷൽ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ 2 പാരൻസ് ഇൻവോൾവ് ആണ്. അതേസമയം അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ സിംഗിൾ പാരൻ്റേ ഉള്ളൂ. നെക്സ്റ്റ് ടോപ്പിക് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അതിലെന്താണ് ക്ലോൺസ് എന്ന് പറയുന്നുണ്ട്. ക്ലോൺസ് എന്ന് പറയുമ്പോൾ മോർഫോളജിക്കലിയും ജനറ്റിക്കലിയും സിമിലർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയാണ് ക്ലോൺസ് എന്ന് പറയുന്നത്. ദെൻ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആയ ബഡ്സ്, സൂസ്പോസ്, കൊനീഡിയ, ഗാമ്യൂൾസ് ആൻഡ് ദെൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിനെ കുറിച്ചും പറയുന്നുണ്ട്. തേർഡ് ടോപ്പിക് ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതിൽ ലൈഫ് സൈക്കിളിൽ 3 ഫേസസ് ഉണ്ട്. ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് സെനസെന്റ് ഫേസിനെ കുറിച്ച് പറയുന്നു. ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷനിലെ ഈവൻറ്റ്സ് ആണ്. അത് 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്. പ്രീ ഫെർട്ടിലൈസേഷനിൽ ഗാമിറ്റോജെനസിസും ഗാമീറ്റ് ട്രാൻസ്ഫർ ആണ്. ഗാമിറ്റോജെനസിസ് എന്ന് പറയുമ്പോൾ ഗമീറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും, ഗാമീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഫ്യൂഷന് വേണ്ടി ഗമീറ്റ്സിന്റെ മൂവ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഫെർട്ടിലൈസേഷനിൽ എക്സ്റ്റേണൽ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ഉണ്ട്. എക്സ്റ്റേണൽ മീൻസ് ഔട്ട്സൈഡ് ദ ഫീമെയിൽ ബോഡി ആൻഡ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ ഫീമെയിൽ ബോഡി. ലാസ്റ്റ് ടോപ്പിക് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. അതിൽ സൈഗോട്ടിന്റെ ഫോർമേഷൻ പറയുന്നുണ്ട്. പിന്നെ സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഉണ്ടാവുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഓഫ് ദ ഫോളോയിങ്. ക്ലെമിഡമോണസ്, പെൻസിലിയം, ഹൈഡ്ര, സ്പോഞ്ച്. ക്ലെമിഡമോണസ്, പെൻസിലിയം, ഹൈഡ്ര, സ്പോഞ്ച് എന്നിവയുടെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്ലെമിഡമോണസ് ആണെങ്കിൽ അത് സൂസ്പോ, പെൻസിലിയം ആണെങ്കിൽ കൊനീഡിയ, ഹൈഡ്ര ആണെങ്കിൽ ബഡ്സ് ആൻഡ് സ്പോഞ്ച് ആണെങ്കിൽ ഗമ്യൂൾസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വെൻ എ ഗാമീറ്റ് വിത്തൗട്ട് എനി ഫ്യൂഷൻ ഡെവലപ്പ് ഇൻ ടു എ ഓർഗാനിസം ദ ഫിനോമിന ഈസ് കാൾഡ് ഡാഷ്. സാധാരണ ഒരു ഫ്യൂഷൻ നടന്നിട്ടാണ് ഒരു ഓർഗാനിസം ഉണ്ടാവുന്നത്. എന്നാൽ ഫ്യൂഷൻ നടക്കാതെ ഒരു ഓർഗാനിസം ഉണ്ടാവുകയാണെങ്കിൽ അതിനെന്താണ് പറയുന്നത്? ഇതിനെ പറയുന്നതാണ് പാർത്തനോജെനസിസ്. തേർഡ് ക്വസ്റ്റ്യൻ, എ യൂണിസെക്ഷൽ ഫ്ലവർ ഹാവിംഗ് നോ ആൻഡ്രീഷ്യ. ആൻഡ്രീഷ്യ ഇല്ലാത്ത ഒരു യൂണിസെക്ഷൽ ഫ്ലവറിനെ പറയുന്നത് എന്താണ്? ആൻസർ പിസ്റ്റലേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് സെലക്ട് ദ 2 ഹാവിംഗ് ഹാപ്ലോയിഡ് ക്രോമസോം നമ്പർ. എഗ്, എൻഡോസ്പേം, സൈഗോട്ട്, പോളൻ. താഴെ തന്നിരിക്കുന്നതിൽ ഹാപ്ലോയിഡ് ക്രോമസോം നമ്പർ ഉള്ളതിനെ സെലക്ട് ചെയ്യുക. ഹാപ്ലോയിഡ് എന്ന് പറയുന്നത് ഓർഗാനിസം വിത്ത് 1 നമ്പർ ഓഫ് ക്രോമസോമിനെയാണ് ഹാപ്ലോയിഡ് എന്ന് പറയുന്നത്. അതേസമയം ഡിപ്ലോയിഡ് ആണെങ്കിൽ ഓർഗാനിസം വിത്ത് 2n നമ്പർ ഓഫ് ക്രോമസോം. ഇവിടെ ഹാപ്ലോയിഡ് ക്രോമസോം നമ്പർ ഉള്ളത് എഗിനും പോളനുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ റിലേഷൻ ആൻഡ് ഫില്ലപ്പ്. അഗേവ്, ബൾബിൽ, ബ്രയോഫിലം, ഡാഷ്. താഴെ തന്നിരിക്കുന്ന റിലേഷൻ നോക്കിയിട്ട് ഫില്ലപ്പ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ്. അതിൽ അഗേവ് ആണെങ്കിൽ ബൾബിലാണ്, എന്നാൽ ബ്രയോഫില്ലത്തിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ ലീഫ് ബഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹണി ബി ആൻഡ് സം ലിസാർഡ് female gametes undergo development to form new organism without fertilization. This phenomena is called dash. ഹണി ബീയിലും ലിസാർഡിലും ഗാമീറ്റ്സ് ഫെർട്ടിലൈസേഷൻ നടക്കാതെ പുതിയ ഓർഗാനിസം ഉണ്ടാവും. അതിനെ പറയുന്നത് എന്താണ്? പാർത്തനോജെനസിസ്. Next question, you are asked to plant ginger in your home. Which part of the ginger will you plant? Name the type of reproduction. നിങ്ങൾ അവിടെ ജിഞ്ചർ പ്ലാന്റ് നടുവാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിൽ ഏത് പാർട്ടായിരിക്കും നിങ്ങൾ നടുക, അതുപോലെ ഏത് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് അത്? ആൻസർ അണ്ടർഗ്രൗണ്ട് സ്റ്റം, അതായത് റൈസോം ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ആൾ ഓർഗാനിസം ആർ ഗാമിറ്റോജെനസിസ് ആൻഡ് ഗാമീറ്റ് ട്രാൻസ്ഫർ. വാട്ട് ആർ ദ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്? പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ് ആണ് ഗാമിറ്റോജെനസിസ്, ഗമീറ്റ് ട്രാൻസ്ഫർ. എന്നാൽ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ് ഏതൊക്കെയാണ്? ആൻസർ ഫോർമേഷൻ ഓഫ് സൈഗോട്ട് ആൻഡ് എംബ്രിയോജെനസിസ്. സൈഗോട്ട് ഉണ്ടാവുന്നതും സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഉണ്ടാവുന്ന പ്രോസസ്സുമാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂസ്പോസ് ആർ കോമൺ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് വിത്ത് റിലേറ്റീവ്ലി സിമ്പിൾ ഓർഗനൈസേഷൻ. നെയിം 2 other asexual reproductive structures seen in the group. സിമ്പിൾ
ഓർഗാനിസത്തിൽ കാണുന്ന അസെക്ഷൽ റീപ്രഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് സൂസ്പോസ്. എങ്കിൽ അതിൽ ഇത് സൂസ്പോസ് കൂടാതെ വേറെ ഏതൊക്കെയാണ് അസെക്ഷൽ റീപ്രഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് ചോദിക്കുന്നത്. ആൻസർ കൊനീഡിയ ആൻഡ് ബഡ്സ്. കൊനീഡിയ ആണെങ്കിൽ പെൻസീലിയത്തിലാണ് കാണുന്ന, ബഡ്സ് ആണെങ്കിൽ ഹൈഡ്രയിൽ. Onward questions ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേറ്റിറ്റി സ്ട്രക്ചർ ഇൻ ഒണിയൻ ഈസ് ഡാഷ്. ഒണിയനിലെ വേറ്റിറ്റി സ്ട്രക്ചർ എന്താണ്? ആൻസർ ബൾബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേറ്റിറ്റി സ്ട്രക്ചർ ഇൻ ജിഞ്ചർ. ജിഞ്ചറിലെ വേറ്റിറ്റി സ്ട്രക്ചർ എന്താണ്? ആൻസർ റൈസോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എംബ്രിയോ സാക്ക് ഈസ് ഫൗണ്ട് ഇൻ ഡാഷ്. എംബ്രിയോ സാക്ക് എവിടെയാണ് കാണപ്പെടുന്നത്? ആൻസർ ഓവ്യൂൾ. ആൻ എക്സാമ്പിൾ ഓഫ് ഹെർമഫോഡൈറ്റ്സ്. ഹെർമഫോഡൈറ്റ്സിന് എക്സാമ്പിൾ ഏതാണ്? ആൻസർ എർത്തുവം. ഹെർമഫോഡൈറ്റ്സ് എന്ന് പറയുന്നത് അനിമൽ വിച്ച് പൊസസ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രഡക്റ്റീവ് ഓർഗൻസ്. എക്സാമ്പിൾ ആയിട്ട് എർത്തുവമും പറയാം, ലീച്ചും പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗമ്യൂൾ ഇസ് എ റീപ്രഡക്റ്റീവ് മെത്തേഡ് ഇൻ ഡാഷ്. ഗമ്യൂൾസ് എന്ന് പറയുന്നത് ഏതിന്റെ റീപ്രഡക്റ്റീവ് മെത്തേഡാണ്? ആൻസർ സ്പോഞ്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ് ആർ കാൾഡ് ഡാഷ്. മോർഫോളജിക്കലിയും ജനറ്റിക്കലിയും സിമിലർ ഇൻഡിവിജ്വൽസിനെ എന്താണ് പറയുന്നത്? ആൻസർ ക്ലോൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈസോം ആൻഡ് ഓഫ്സെറ്റ് ആർ ഡാഷ്. റൈസോമും ഓഫ്സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? എന്ന് പറയുന്നത് സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻസ് ആണ് റൈസോമും ഓഫ്സെറ്റും. Next question, morphologically different types of gametes are called dash. Morphologically different ആയിട്ടുള്ള ഗാമീറ്റ്സിനെ എന്താണ് പറയുന്നത്? ആൻസർ ഹെറ്ററോഗാമീറ്റ്സ് ആണ്. ഇവിടെ മെയിലും ഫീമെയിലും എന്ന് പറയുന്ന ഒരു ഡിസ്റ്റിങ്ഷൻ കാണാം. അതേസമയം മോർഫോളജിക്കലി സിമിലർ ടൈപ്പ് ഓഫ് ഗാമീറ്റ്സിനെ നമ്മൾ ഹോമോഗാമീറ്റ്സ് എന്ന് പറയും. അവിടെ മെയിലും ഫീമെയിൽ ഗാമീറ്റ്സ് എന്നൊരു ഡിഫറൻസിയേഷൻ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇൻ ക്രൈസാന്തിമം ഈസ് ബൈ മീൻസ്. ക്രൈസാന്തിമ അതായത് ജമന്തിയിൽ വേറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഏത് മെത്തേഡാണ് നടക്കുന്നത്? ആൻസർ സക്കം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് സീരീസ് ഓഫ് ചേഞ്ചസ് ഫ്രം ലാർവ ടു അഡൽട്ട് ആഫ്റ്റർ എംബ്രിയോണിക് ഡെവലപ്മെന്റ് ഈസ് കാൾഡ് ഡാഷ്. ഒരു ഓർഗാനിസം ലാർവയിൽ നിന്ന് അഡൽട്ടായിട്ട് മാറാൻ ഒരു സീരീസ് ഓഫ് ചേഞ്ചസ് ഉണ്ട്. ആ ചേഞ്ചസിനെ എന്താണ് പറയുന്നത്? ആൻസർ മെറ്റമോർഫോസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ ബെറ്റർ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, സെക്ഷൽ ഓർ അസെക്ഷൽ? വൈ? ഏതാണ് ബെറ്റർ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, സെക്ഷൽ ആണോ അസെക്ഷൽ ആണോ? Sexual reproduction is a better mode of reproduction because it causes variation which help organism to survive, so it contribute to the evolution of species. Sexual reproduction ആണ് better method എന്ന് പറയുന്നത്. കാരണം അത് വേരിയേഷൻ ഉണ്ടാക്കുന്നു, ആ വേരിയേഷൻ എവല്യൂഷന് കാരണമാകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ is considered as a type of asexual reproduction. Give reason. വേറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അതിന് കാരണം എന്താണ്? 4 കാരണങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് മ്യൂസിസ് നടക്കുന്നില്ല, പിന്നെ ഗാമീറ്റ്സ് ഫോർമേഷൻ നടക്കുന്നില്ല, അതുപോലെ തന്നെ ഗാമീറ്റ്സിന്റെ ഫ്യൂഷൻ ഇല്ല, പിന്നെ സിംഗിൾ പാരന്റ് മാത്രമാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് എന്ന് പറയുന്ന ഓഫ്സ്പ്രിങ്സ് എന്ന് പറയുന്നത് ജനറ്റിക്കലി ഐഡന്റിക്കൽ ആണ്. ഇൻ മെർക്കാൻഷ്യ, മെയിൽ ആൻഡ് ഫീമെയിൽ താലസ് ആർ സെപ്പറേറ്റ്. ദിസ് കണ്ടീഷൻ ഈസ് കാൾഡ് ഡാഷ്. മർക്കൻഷ്യ എന്ന് പറയുന്ന ബ്രയോഫൈറ്റ്സിൽ മെയിലും ഫീമെയിൽ താലസും സെപ്പറേറ്റ് ആണ്. ഈ കണ്ടീഷൻ എന്താണ് പറയുന്നത്? ആൻസർ ഡയേഷ്യസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ സം ഓർഗാനിസം മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആർ സീൻ ഇൻ ദ സെയിം ഇൻഡിവിജ്വൽ. നെയിം ദാറ്റ് കണ്ടീഷൻ ആൻഡ് ഗീവ് 2 എക്സാമ്പിൾ ഓഫ് സച്ച് കണ്ടീഷൻ. ചില ഓർഗാനിസത്തിൽ മെയിലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് സെയിം ഇൻഡിവിജ്വലിൽ തന്നെ കാണും. ആ കണ്ടീഷൻ എന്താണ് പറയുന്നത്? അതിന് എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ആ കണ്ടീഷൻ ഹെർമഫോഡൈറ്റ്സ് എന്നാണ് പറയുന്നത്. Example, earthworm and leech. Next question, observe the relationship and fill in the blanks. Hydra bud, dash gemule, birds internal fertilization, external fertilization dash. താഴത്തെ നയിക്കുന്ന റിലേഷൻ നോക്കിയിട്ട് ഫില്ല് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്ര ബഡ് ആണെങ്കിൽ ഡാഷ് ഗമ്യൂൾസ്. ഗമ്യൂൾസ് ഏതിലാണ്? ബേർഡ്സിൽ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഏതിലാണ് നടക്കുന്നത്? ആൻസർ ഗമ്യൂൾസ് ആണെങ്കിൽ സ്പോഞ്ചിലാണ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഉള്ളത് ആൽഗെ, ഫിഷസ് ആൻഡ് ആംബിബിയൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ഇൻ എ ഫ്ലവർ. ഒരു ഫ്ലവറിൽ നടക്കുന്ന പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, ഇൻ എ ഫ്ലവർ ദ സൈഗോട്ട് ഈസ് ഫോം ഇൻസൈഡ് ദ ഓവ്യൂൾ ബൈ ഫെർട്ടിലൈസേഷൻ. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ സെപ്പൽ പെറ്റൽ സ്റ്റാമൻസ് ഓഫ് ദ ഫ്ലവർ വിതർ ആൻഡ് ഫാൾ ഓഫ്. Pistil remain attached to the plant. Zygote develops into embryo. Ovules develop into seed. Ovary develops into fruit. Ovary wall develops into thick wall called pericarp. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് എന്ന് പറയുന്നത് ആദ്യം സൈഗോട്ടിന്റെ ഫോർമേഷൻ ആണ്. അതുണ്ടായിക്കഴിഞ്ഞാൽ സെപ്പൽ, പെറ്റൽ, സ്റ്റാമൻസ് എല്ലാം എന്തെങ്കിലും കൊഴിഞ്ഞു പോകാറുണ്ട്. പിസ്റ്റിൽസ് മാത്രമേ റിമെയിൻ ചെയ്യാറുള്ളൂ.
ദെൻ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും, ഓവ്യൂൾസ് സീഡായിട്ട് മാറും, ഓവറി ഫ്രൂട്ടായിട്ട് മാറും, അതുപോലെ ഓവറി വാൾ എന്ന് പറയുന്നത് പെരികാർപ്പായിട്ട് മാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈ ഒബ്സർവ് ദി റിലേഷൻഷിപ്പ് ഓഫ് ഫസ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. യൂണിസെക്ഷൽ മെയിൽ ഫ്ലവർ സ്റ്റാമിനേറ്റ്, യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവർ ഡാഷ്. താഴത്തെ നീക്കുന്ന റിലേഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. യൂണിസെക്ഷൽ മെയിൽ ഫ്ലവറിനെ സ്റ്റാമിനേറ്റ് എന്നാണ് പറയുന്നത്. ഈ യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവറിനെ എന്താണ് പറയുന്നത്? ആൻസർ പിസ്റ്റിലേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെക്ഷൽ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷലും അസെക്ഷൽ റീപ്രൊഡക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഇൻവോൾവ്സ് 2 ഓർഗാൻസ്, അതേസമയം അസെക്ഷൽ ആണെങ്കിൽ ഇറ്റ് ഇൻവോൾവ്സ് സിംഗിൾ ഓർഗാൻസ്. ഇവിടെ മെയിലും ഫീമെയിൽ ഗാമീറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഫ്യൂഷനും നടക്കുന്നുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ മെയിലും ഫീമെയിൽ ഗാമീറ്റ്സ് ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് തന്നെ ഫ്യൂഷനും നടക്കുന്നില്ല. സെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് മിയോട്ടിക്കും മൈറ്റോട്ടിക് ഡിവിഷനും നടക്കുന്നുണ്ട്. അസെക്ഷൽ ആണെങ്കിൽ മൈറ്റോട്ടിക് ഡിവിഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഓഫ്സ്പ്രിങ്സിനാണെങ്കിൽ മെയിലിൽ നിന്നുള്ള കുറച്ച് ക്യാരക്ടേഴ്സും കാണും, ഫീമെയിൽ പാരന്റിൽ നിന്നുള്ള കുറച്ച് ക്യാരക്ടേഴ്സും കാണും. അതേസമയം അസെക്ഷൽ റീപ്രൊഡക്ഷനിലാണെങ്കിൽ അവർ പാരന്റ്സിന് ഐഡന്റിക്കൽ ആയിരിക്കും. Sexual reproduction is highly useful for evolution of species. On other side, asexual reproduction is not useful for evolution of species. Sexual reproduction നടക്കുന്നത് പോളിനേഷനോ ഫെർട്ടിലൈസേഷനോ കൊണ്ടാവാം, അതേസമയം അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ബഡിങ്ങോ ഫ്രാഗ്മെന്റേഷനോ കൊണ്ടാവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇന്റേണലും എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ മെയിൽ ഫീമെയിൽ ഗാമീറ്റ്സിന്റെ ഫ്യൂഷൻ നടക്കുന്നത് ഫീമെയിൽ ബോഡിക്കകത്താണ്, അതേസമയം എക്സ്റ്റേണലിലാണെങ്കിൽ ഫ്യൂഷൻ നടക്കുന്നത് ഫീമെയിൽ ബോഡിയുടെ പുറത്ത് വെച്ചാണ്. ഇന്റേണൽ ഫെർട്ടിലൈസേഷനിൽ ഫീമെയിൽ ബോഡിക്കകത്താണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് കൊണ്ട് അതിൻ്റെ ഓഫ്സ്പ്രിങ്സിന്റെ സർവൈവൽ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ സ്മോൾ നമ്പർ ഓഫ് എഗ്സ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതേസമയം എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനിൽ ചാൻസസ് ഓഫ് സർവൈവൽ കുറവാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്പർ ഓഫ് എഗ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എക്സാമ്പിളാണ് ഹ്യൂമൻസും കവും, അതേസമയം എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എക്സാമ്പിളാണ് ഫിഷ്. താങ്ക് യു ഫോർ ലിസണിങ്.